ഇയർ, നമ്മളെ വണ്ടിയുടെ മാനുഫാക്ചറിങ് ഇയർ നമ്മൾ പൊതുവെ വണ്ടിയുടെ ഗ്ലാസ്സിലെ ഈ ഒരു ഭാഗത്ത്, ഗ്ലാസ്സിൽ വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? എല്ലാ ഗ്ലാസ്സിലും ഉണ്ടാവും, മിക്കവാറും എല്ലാ വിൻഷീൽഡ് ഗ്ലാസ്, ഫ്രണ്ട് വിൻഷീൽഡ് ഗ്ലാസിൻ്റെ ഈ ഒരു ഭാഗത്ത് താഴെ ആ കോർണർ ഭാഗത്ത്, അതുപോലെ സൈഡ് ഗ്ലാസിൻ്റെ ഒക്കെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഉണ്ടാവും, ഇവിടെയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിലൊക്കെ മെയിനായിട്ട് 2012 എന്നൊക്കെ ഉള്ളത് വെറും 12, ഒരു 3-4 ഡോട്ടുകൾ ഉണ്ടാവും. എത്ര ഡോട്ട്, അതിന് ശേഷം 12 എന്നൊക്കെ ഉണ്ടാകുക. അതൊക്കെ 2012 എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇപ്പോൾ വരുന്ന വണ്ടികളിൽ 2017, 2018, 19 എന്നൊക്കെ ഉള്ളത് വണ്ടികളിൽ അങ്ങനെ അക്കത്തിൽ എഴുതിയിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അതിന് മെയിനായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക BA, BC, അതുപോലെ BB, BD ഇങ്ങനെയൊക്കെ ഉണ്ടാകുക. അപ്പോൾ ഈ ഒരു നമ്പർ എങ്ങനെ, ഈ ഒരു ലെറ്ററിൽ, ഇംഗ്ലീഷ് ലെറ്ററിൽ എഴുതിയത് എങ്ങനെ കണ്ടുപിടിക്കുക, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെങ്കിൽ, മിക്കവാർക്കും അധികം ആൾക്കാർക്ക് അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ആർക്കെങ്കിലും അതിൽ BA എന്നുള്ളത് ആദ്യം ആ നമ്പറിന്, പഴയ നമ്പർ 2012 12 എന്ന് എഴുതിയതുപോലെ അതിന് മുമ്പ് കുറച്ച് ഡോട്ടുകൾ കാണാം. ആ ഡോട്ടുകളൊക്കെ ഓരോ മാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു 4 ഡോട്ടും അത് കഴിഞ്ഞിട്ട് 12 ആണെങ്കിൽ 2012 മോഡൽ 4ാമത്തെ മാസം, ഇതാണ് അതിന്റെ മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ടാവുക. അപ്പൊ ഇപ്പൊ വരുന്ന മോഡൽ, അതിന് ശേഷം വരുന്ന ലെറ്റർ വരുന്ന വണ്ടികൾക്ക് ആണെങ്കിൽ ഇതുപോലെ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടാവും BA, BB, BC ഇങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ BA എന്നുള്ളതിന്റെ B ഉദ്ദേശിക്കുന്നത് 1, A എന്നുള്ളത് 0. അപ്പോൾ BB എന്ന് എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റത്തെ B 1, രണ്ടാമത്തെ B 1. അപ്പോൾ 11, അങ്ങനെ B മുതൽ 1 മുതൽ ഉണ്ട് B, C, D, E, F, G 6. അപ്പോൾ BG എന്ന് എഴുതി കഴിഞ്ഞാൽ 2016. അതുപോലെ B1 അതിന് ശേഷം വരുന്നത് BCDEFG 1, 2, 3, 4 അങ്ങനെ ഉണ്ട്. അങ്ങനെയാണ് മിക്കവാറും വണ്ടികൾക്ക് ഇപ്പോൾ വരാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ വണ്ടികളുടെ മാനുഫാക്ചറിങ് ഇയർ, അതല്ലെങ്കിൽ നിങ്ങൾ വണ്ടി സെക്കൻഡ് ഹാൻഡ് നോക്കുകയാണെങ്കിൽ ഇതുപോലെ എല്ലാ വിൻഷീൽഡ് ഗ്ലാസ്, സൈഡ് ഗ്ലാസ്, ക്വാർട്ടർ ഗ്ലാസ്, ഈ ഗ്ലാസ്സിലൊക്കെ മെയിനായിട്ട് ലെറ്ററിലാണെങ്കിൽ, ഇംഗ്ലീഷ് ലെറ്ററിലാണ് എഴുതിയെങ്കിൽ ഈ ഒരു സെറ്റപ്പിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ രീതിയിൽ ചെക്ക് ചെയ്താൽ മതി. അതിൻ്റെ ഡോട്ട് വരുന്നത് പറഞ്ഞാൽ ഓരോ മന്താണ്. 10 ഡോട്ടാണെങ്കിൽ 10ാം മാസം, അപ്പോൾ 5 ഡോട്ടാണ് കാണിക്കുന്നതെങ്കിൽ 5ാം മാസം, ഇന്ന ഇയർ. ഇപ്പോൾ BG ആണെങ്കിൽ 2016, നേരത്തെ കാണുന്നില്ല. G എന്നുള്ളത് 6, B മുതൽ എണ്ണിക്കഴിഞ്ഞാൽ G 6ആണ് വരിക, 6ാമത്തെ ലെറ്റർ. അപ്പോൾ BG ആകുമ്പോൾ 1ഉം 6ഉം, അപ്പോൾ 16, 2016 ഇങ്ങനെയാണ് സൂചിപ്പിക്കുക. ഓക്കെ.